പുൽപ്പള്ളിയിൽ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ജനകീയ കൂട്ടായ്മ 2003 തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള സ്വാന്തനം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നിന്നുള്ള ഡോക്ടർമാരും വോളണ്ടിയേഴ്സുമാണ് ഈ മേഖലയിൽ പാലിയേറ്റീവ് പരിചരണം നൽകിയിരുന്നത്. അതിനെ തുടർന്ന് 2003 മുതൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും 2006 മാത്രമാണ് ഇതൊരു സൊസൈറ്റീസ് ആക്ട് പ്രകാരം, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം നമ്മളിത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നാളിതുവരെ ഏതാണ്ട് 1640 രോഗികൾക്ക് അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് രോഗീപരിചരണം നൽകാൻ നമ്മുടെ ഈ ക്ലിനിക്കിന് സാധിച്ചിട്ടുണ്ട്. ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നത് നാനാവിധമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിടപ്പിലായ മാറാരോഗികൾക്ക് അവർക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കാരുണ്യ പാലിയേറ്റീവ്. ഇന്ന് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ക്യാൻസർ രോഗികളെ പരിചരിച്ചുകൊണ്ടാണ് ലോകത്ത് പാലിയേറ്റീവ് പരിചരണ സമ്പ്രദായം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിലാണ് ഇതിൻ്റെ തുടക്കം. 1980കളിലാണ് ഇന്ത്യയിൽ ഇത് പ്രചാരത്തിൽ വരുന്നത്. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ IPM കേന്ദ്രമാക്കി 1990കളിൽ പാലിയേറ്റീവ് പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഇന്ന് കേരള മാതൃക എന്ന് പറയുന്ന ഒരു പാലിയേറ്റീവ് സമ്പ്രദായം ഇന്ന് ലോകത്ത് തന്നെ പ്രചാരത്തിലുണ്ട്. UNO അതിൻ്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ പാലിയേറ്റീവ് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി IPM-നെയാണ്, കേരളത്തിൽ നിന്നുള്ള IPM-നെയാണ് നോഡൽ ഓഫീസായി നിയമിച്ചിട്ടുള്ളത്. അപ്പം അത്രമാത്രം പ്രചാരം ഇന്ന് കേരളത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമാണ്. ഇത് സാധിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഞാൻ സൂചിപ്പിച്ചു, കാരുണ്യ പാലിയേറ്റീവ് 2006 രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മളിവിടെ ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ വ്യാപകമായിട്ടുള്ള കിഡ്നി രോഗികൾ, ഈ ക്ലിനിക്കിൽ ഏതാണ്ട് 25 കിഡ്നി രോഗികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾ. അവർക്ക് ആവശ്യമായ ചുരുങ്ങിയ പരിമിതമായ കാര്യങ്ങളാണെങ്കിലും നമുക്കിന്നത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 26 HIV രോഗികൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായാധിക്യത്താൽ കിടപ്പിലായിട്ടുള്ള വ്യക്തികൾ, അവരുടെ വീടുകളിൽ ചെന്ന് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലമായി വാഹനമിടിച്ചോ അല്ല മരത്തിൽ നിന്ന് വീണോ മറ്റു കാരണങ്ങളാലോ കിടപ്പിലായി പോയ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ള രോഗികൾ, ആ രോഗികളെ നമ്മൾ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ബെഡ്, വാട്ടർ ബെഡ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, വാക്കർ, വീൽ ചെയർ, അങ്ങനെ മറ്റു ഉപകരണങ്ങൾ ഇവർക്ക് ആവശ്യമായി വരുന്ന നമ്മുടെ രോഗികൾക്ക്, നമ്മുടെ ക്ലിനിക്കിൽ രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് ആവശ്യമായി വരുന്ന ഈ ഉപകരണങ്ങൾ നൽകി അവർക്ക് അവരുടെ വേദനയും അവരുടെ ബുദ്ധിമുട്ടും കുറയ്ക്കുന്നതിനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നു. ഞാൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്കാണ് ക്യാൻസർ രോഗം. 2012 ജൂൺ മാസത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് 3 മാസം കഴിഞ്ഞ് 3-4 മാസം, അതായത് ഒക്ടോബർ 2012 ഒക്ടോബർ 4-ാം തീയതിയാണ് ഞാൻ ഈ പാലിയേറ്റീവിൽ വരുന്നത്. അന്ന് മുതൽ ഞാൻ ജീവിച്ചിരുന്നത്, എൻ്റെ കുടുംബം ജീവിച്ചിരുന്നത് ഇവിടുത്തെ സഹായം. നേഴ്സസ് ഹോം കെയറിന് പുറമെ വോളണ്ടിയേഴ്സ് ഹോം കെയർ ഉണ്ട്. കിടപ്പിലായ രോഗികളെ നേഴ്സുമാരോ മറ്റൊന്നുമില്ലാതെ വോളണ്ടിയേഴ്സ് തന്നെ നേരിട്ട് പോയി വീടുകളിൽ പോയി അവരുമായി സംസാരിക്കാനും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന് പുറമെ എമർജൻസി ഹോം കെയർ എന്ന നിലയിൽ അത്യാവശ്യമായി വിളിച്ചാൽ നമ്മൾ ഇടദിവസങ്ങളിലും അവരുടെ വീടുകളിൽ പോയി പരിചരണം നൽകുന്ന രീതിയുണ്ട്. നമുക്ക് രോഗികൾക്ക് ആവശ്യമായി വരുന്ന മരുന്നുകൾ
നമ്മൾ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, കിഡ്നി രോഗികൾ അവർക്ക് ഡയാലിസിസിന് വേണ്ടി വരുന്ന തുകയുടെ ചെറിയൊരു സാമ്പത്തിക സഹായം നമ്മൾ എല്ലാ മാസവും അവർക്ക് നൽകുന്നുണ്ട്. ഇതിനു പുറമെ നമുക്ക് ട്രെയിനിങ് പരിപാടികൾ, വോളണ്ടിയേഴ്സായി വരുന്നതിന് താല്പര്യമുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, മറ്റ് ജനവിഭാഗത്തിന് ആവശ്യമായി വരുന്ന ട്രെയിനിങ് പരിപാടികൾ നമ്മൾ ക്ലിനിക്കിൽ നടത്താറുണ്ട്. അതുപോലെ നമുക്ക് കൗൺസിലിംഗ്, ഈ രോഗികളെ സംബന്ധിച്ച് പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവരുടെ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ആവശ്യമായി വരുന്ന കൗൺസിലിംഗ്, ആ കൗൺസിലിങ്ങിന് വിദഗ്ധരായിട്ടുള്ള വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് നടത്തുന്ന രീതി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി നമുക്കറിയാം, പലപ്പോഴും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, അവർക്ക് ആവശ്യമായി വരുന്ന ഭക്ഷണ വസ്തുക്കൾ അല്ലെ ഭക്ഷ്യവസ്തുക്കൾ അത് നൽകുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓണത്തിന്, ക്രിസ്തുമസിന്, അതേപോലെ മറ്റ് വിശേഷ അവസരങ്ങളിലൊക്കെ പ്രത്യേകമായി കിറ്റുകൾ തയ്യാറാക്കി അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നുണ്ട്. അതുപോലെ രോഗികൾക്ക് മറ്റ് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളിലൊക്കെ നമ്മുടെ ക്ലിനിക്കിന്റെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തകരെ പുൽപ്പള്ളിയിൽ നിന്ന് വീടുകളിൽ വരുമ്പോൾ രോഗികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവര് വരുന്നതിൽ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് കിട്ടുമ്പോൾ നിർദ്ധരായ രോഗികൾക്ക് അതൊരു വളരെ ആശ്വാസകരമാണ്. അതുപോലെ ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വേറെ സ്ഥലത്ത് പോവുകയാണെങ്കിൽ തന്നെ അതിന് നല്ലൊരു പൈസ ആകും. ഇപ്പം ഞാനിത് അറിഞ്ഞിട്ട് 2 ആഴ്ചയായുള്ളൂ. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് സാറിനുമായിട്ട് സംസാരിച്ചു ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദീർഘകാലമായിട്ട് കിടപ്പിലായ, നട്ടലിന് ക്ഷതം വന്ന് കിടപ്പിലായ പാരാപ്ലീജിയ രോഗികൾ 28ഓളം രോഗികളെ നമ്മൾ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന തീർത്തും സാമ്പത്തികം കുറഞ്ഞവരാണ് മിക്കവാറും ഈ മരത്തിൽ നിന്നും ആക്സിഡൻ്റായിട്ടും ഈ പാരാപ്ലീജിയ രോഗികളായി വീട്ടിൽ കിടക്കും. അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട സമയത്ത് കുളിക്കാതെ കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മുടി വെട്ടാതെയും വ്രണങ്ങൾ വന്ന് അത് പ്രസ് ചെയ്യാതെയൊക്കെ കിടക്കുന്നവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ആഴ്ചയിലും ഒന്ന് ചെല്ലേണ്ട വീടുകളിൽ ആഴ്ചയിൽ ചെന്നും മാസത്തിൽ ചെല്ലേണ്ടവരെ അങ്ങനെ ചെന്നും പരിചരിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും എല്ലാം സമയത്ത് എത്തിച്ചു കൊടുക്കുന്നു. ഇത് 2 ഹോം കെയർ ആണ് ചെയ്യുന്നത്. അത് ബുധനാഴ്ചകളിലെ മുള്ളംപള്ളി പഞ്ചായത്തും ഞായറാഴ്ച പുൽപ്പള്ളിയാണ് പോകുന്നത്. പിന്നെ ശനിയാഴ്ച ദിവസം ആണ് ഡോക്ടർ വരുന്ന ദിവസം. അന്ന് 35ഓളം പേഷ്യൻസ് വരും. പിന്നെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഇവിടെ ട്രിപ്പിടുക, ഇഞ്ചക്ഷൻ, പിന്നെ ട്യൂബ് മാറ്റൽ, റൈസ് ട്യൂബ് അങ്ങനെയുള്ള കേസെല്ലാം ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കാം. കാരുണ്യയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡോക്ടർ മുഹമ്മദ് ഇവിടെ എല്ലാ ആഴ്ചയും OPയിൽ വന്ന് രോഗികളെ പരിചരിക്കാറുണ്ട്. നമുക്ക് 2 നേഴ്സിംഗ് സ്റ്റാഫാണ് ഉള്ളത്. അവർ 2 പേരും നമ്മളവർക്ക് ശമ്പളമായിട്ടൊന്നും നൽകുന്നില്ല. ഹോണറേറിയം പോലെ ചെറിയൊരു തുകയാണ് നമ്മൾ നൽകുന്നത്. അത് അവർ ചെയ്യുന്ന സേവനത്തിന് പ്രതിഫലമാകുകയില്ല എന്ന് ക്ലിനിക്കിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അവരുടെ ഔദാര്യപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം അത് ക്ലിനിക്കിൻ്റെ സുഗമമായ നടത്തിപ്പിന് വളരെയധികം സഹായകരമാണ്. അതുപോലെ അതിനേക്കാൾ ഉപരിയായി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിലെ നട്ടെല്ലെന്ന് പറയുന്നത് ഇതിൻ്റെ വോളണ്ടിയേഴ്സാണ്. ഒരു പൈസ പോലും ഫീസ് വാങ്ങാതെ, ഇല്ലെങ്കിൽ മുടക്കാതെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മുടക്കി അവരുടെ സമയവും സമ്പത്തും മുടക്കി ഈ രോഗികളെ പരിചരിക്കുന്ന ഏതാണ്ട് 65 വോളണ്ടിയേഴ്സ് നമുക്ക് ആക്റ്റീവായിട്ടുണ്ട്. 100ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ആക്റ്റീവായ 65 വോളണ്ടിയേഴ്സാണ് ഉള്ളത്. ഇവരുടെ നിർലോഭമായ സഹകരണമാണ് പാലിയേറ്റീവ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. പുൽപ്പള്ളിയിൽ ഇപ്പോൾ നമുക്കതിന് വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു. പൊതുജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തന്നെ നമുക്ക് 1 ലക്ഷം രൂപയുടെ മരുന്ന് തരുന്നുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്.
മറ്റ് സർക്കാരിതര ഏജൻസികളൊന്നും നമ്മളെ സഹായിക്കുന്നില്ല. ബാക്കി സഹായങ്ങൾ കൂടെ പുൽപ്പള്ളിയിലെ വ്യാപാരികൾ അവർ നൽകുന്ന സഹകരണം നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. അവർ കടകളിൽ വെച്ചിരിക്കുന്ന ബോക്സുകളിലൂടെ നിക്ഷേപിക്കുന്ന പണം ഈ ക്ലിനിക്കിൻ്റെ പ്രവർത്തനത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ക്ലിനിക്കിൻ്റെ അണ്ടറിലുള്ള 28 പാരാപ്ലീജിയ കേസുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വർഷം തോറും ഒരു സംഗമം നടത്താറുണ്ട്. അത് 2 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. കൊണ്ടുവരുന്ന അന്ന് ഫുള്ളായിട്ടും രാത്രിയിലും അവരെ അവിടെ കിടത്തും. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണവും കൊടുത്ത് ഒരു സാംസ്കാരിക പരിപാടിയായിട്ട് ആണ് ഞങ്ങൾ അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അതെല്ലാ കൊല്ലവും നടത്തുന്നതാണ്. അതിന് അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പല പരിപാടികൾ അറേഞ്ച് ചെയ്യാറുണ്ട്. നാടൻ പാട്ടുകളും പരിചകളിയും മാർഗം കളിയും അതുപോലെ പിന്നെ ഗാനമേളയും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് 2 ദിവസം അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീടുകളിലേക്ക് എത്തിക്കാറുള്ളത്. കൊണ്ടുവരുന്നത് ക്ലിനിക്കിൻ്റെ ഇതിൽ തന്നെയാണ്, ഉത്തരവാദിത്തത്തിൽ തന്നെയാണ്. തിരിച്ചു കൊണ്ട് വീടുകളിലാക്കുന്നതും ക്ലിനിക്കിൻ്റെ തന്നെ ഉത്തരവാദിത്തത്തിലാണ്. അതുപോലെ തന്നെ ഈ പേഷ്യൻസിൻ്റെ റിലേഷൻസും തമ്മിൽ ഒരു കുടുംബസംഗമം നടത്താറുണ്ട് എല്ലാ വർഷവും. അതിൽ വരാൻ കഴിയുന്ന പേഷ്യൻസിനെ എല്ലാം, രോഗികളെല്ലാം കൊണ്ടുവരികയും അവരുടെ റിലേറ്റീവ്സ്, ബന്ധുക്കൾ എല്ലാവരും എത്തുകയും അവർ ഒരു സ്റ്റഡി പോലെ, അതായത് നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, മെച്ചമാണോ അതോ മോശമാണോ, അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താറുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തു വരുന്നത്. പുൽപ്പള്ളി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് അമ്പലങ്ങൾ, പള്ളികളിൽ നിന്ന് സ്റ്റാൾ ഇടുന്ന വഴി, പിന്നെ ടൗൺ കളക്ഷൻ, പിന്നെ വ്യക്തിപരമായ ഒരു സംഭാവന ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പുൽപ്പള്ളി പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏകദേശം 1.5 ലക്ഷം രൂപ വേണം നമ്മുടെ ഈ പാലിയേറ്റീവിൻ്റെ ഒരു മാസത്തെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട്. എൻ്റെ പേര് സരോജിനി, പാർദീസയിലാണ് താമസം. 12 വർഷമായി ഞാൻ ഇവിടുന്ന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം കോഴിക്കോട് നിന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഇവർ സഹായം കൊണ്ടാണ് എപ്പോഴും ജീവിച്ചു പോകുന്നത്. ഒരിടയ്ക്ക് വീട്ടിൽ വരെ ഞാൻ തീരെ കടപ്പായതായിരുന്നു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി വന്നിട്ട് ഇവരാണ്. ഇവരെ സഹായത്താൽ ഇന്നും മരുന്ന് കഴിച്ച് ജീവിക്കുന്നു. അവളുടെ വീട്ടിൽ ആദ്യം തിങ്കളാഴ്ച പള്ളിയിൽ തരുന്നതാണ്. തിങ്കളാഴ്ച എന്നിട്ട് ഇനി തിങ്കളാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കും. എൻ്റെ പേര് പവിത്ര എന്നാണ്. ഞാൻ ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻ്റാണ്. പഴശ്ശിരാജ കോളേജിലാണ് പഠിക്കുന്നത്. സാറ് ആദ്യമായിട്ട് അവിടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. രോഗിയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അവർ വന്ന് ക്ലാസ് എടുത്തു തരും. അവർ വേണ്ടുന്ന സംരക്ഷണങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ സഹകരണവും അവരുടെ സ്നേഹപരമായ പെരുമാറ്റമെല്ലാം നമ്മുടെ ഒത്തിരി അനുഗ്രഹം തരുന്നുണ്ട്. 8 വർഷമായി ഞാൻ ഈ പൈനാൻ പാലിയേറ്റീവിൽ എനിക്ക് ചികിത്സ തുടങ്ങിയിട്ട് എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായത്. ഒരു പൈസ പോലും കൊടുക്കാതെ എനിക്ക് എന്നെ നോക്കാൻ ഒരു മകളുണ്ട്. എനിക്ക് അവളെ കെട്ടിച്ചു വിട്ടു. ഇവരാണ് എൻ്റെ സംരക്ഷണം. എന്നെ നോക്കുന്നതും എനിക്ക് മരുന്ന് തരുന്നതും അവർ വന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന് എന്നെ വന്ന് അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം പറഞ്ഞിട്ട് അവർ പോരും. പിന്നെ ഇവിടെ ഞാൻ വന്ന് എനിക്ക് മരുന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് തന്നു. അത് വലിയൊരു കാര്യമാണ്. ഒരു മാസത്തേക്കുള്ള മരുന്നിന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര ഉറുപ്പികയാകുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അത് ഇത് കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ്.
മൈനു നമ്മളിങ്ങനെ നടന്നു പോയാൽ അറിയാൻ പറ്റും. കണ്ണടിച്ചെടുക്കുന്നു കുറഞ്ഞ നമ്മളിങ്ങനെ ഒച്ച കേട്ട് അപ്പോൾ പരസ്പരം സംസാരിക്കും.